നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഭൂപടത്തെ കീഴ്മേൽ മറിക്കുന്ന പ്രവചനങ്ങളുമായിട്ട് പുറത്തുവന്ന ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലം വൻ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. മിക്കവാറും എല്ലാ സർവേ ഏജൻസികളും കേരളത്തിൽ UDF ഭരണസാധ്യത കൽപ്പിക്കുമ്പോഴും സീറ്റുകളുടെ എണ്ണത്തിൽ നിലനിൽക്കുന്ന നേരിയ അനിശ്ചിതത്വം അതുമാത്രമാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പോലും ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ കീഴ്വഴക്കങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണ തുടർച്ചയ്ക്കുള്ള നേരിയ സാധ്യതയും അതോടൊപ്പം തന്നെ BJPയുടെ വലിയ മുന്നേറ്റവും പ്രവചിക്കുന്ന ചാണക്യയുടെ റിപ്പോർട്ട് തികച്ചും അവിശ്വസനീയമാണെന്നാണ് പൊതുവെയുള്ള വികാരം. മാധ്യമധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ പോലും പരിഹസിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രവചനം അത് കേവലം ഒരു സർവേ എന്നതിലുപരിയായിട്ട് BJPക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു രാഷ്ട്രീയ തിരക്കഥയാണോ എന്നുള്ള സംശയവും പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നുണ്ട്. ടുഡേയ്സ് ചാണക്യ എന്ന സർവേ ഏജൻസി മുൻകാലങ്ങളിൽ പുലർത്തിയിരുന്ന നിഷ്പക്ഷതയും ആ ഒരു കൃത്യതയും ഇത്തവണ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അസം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJP തരംഗമുണ്ടാകുമെന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ പ്രവചിച്ചതിലൂടെ ഇവരുടെ വിശ്വാസ്യത ഇതിനോടകം തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. BJPയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രം കണക്കുകൾ നിരത്തുന്ന ഈ ഏജൻസി യഥാർത്ഥത്തിൽ രാജ്യത്തെ പ്രമുഖ സർവേ ഏജൻസികളുടെയും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെയും ഒക്കെ തന്നെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു വാർത്താ റിപ്പോർട്ടിംഗ് ശൈലിയിലോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ സർവേ രീതിയിലോ അല്ലാതെ BJPക്ക് താരാട്ടുപാട്ട് പാടുന്ന ഒരു നിലവാരത്തിലേക്ക് ഈ ഏജൻസി തരം താഴ്ന്നു എന്നത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നും വിമർശനമുണ്ട്. കേരളത്തിലെ സീറ്റ് നിലയെ സംബന്ധിച്ച ചാണക്യയുടെ കണക്കുകൾ തികച്ചും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. UDF 60 മുതൽ 78 സീറ്റുകൾ വരെ ലഭിക്കാമെന്നും അതേസമയം LDF 55 മുതൽ 73 സീറ്റുകൾ വരെ സാധ്യതയുണ്ടെന്നുമാണ് സർവേ പറയുന്നത്. അതായത് UDF ശരാശരി 69 സീറ്റും LDF ശരാശരി 64 സീറ്റും ലഭിക്കുമെന്ന് ഇവർ അവകാശപ്പെടുന്നു. എന്നാൽ ഇതിൽ BJPയുടെ സീറ്റ് നിലയാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. BJPക്ക് കുറഞ്ഞത് 3 സീറ്റുകൾ ഉറപ്പാണെന്നും അത് 11 സീറ്റുകൾ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും ചാണക്യ പ്രവചിക്കുകയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് BJPക്ക് 11 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്ത കണക്കാണെന്നും വോട്ടർമാരെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേവലം ഒരു നമ്പറാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുന്നുണ്ട്. ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ ഒരു തെളിവായിരിക്കുമെന്ന വാദവും അതിശക്തമാണ്. ഭരണവിരുദ്ധ വികാരം ശക്തമായ ഈ സാഹചര്യത്തിലും ഇടതുമുന്നണിക്ക് വലിയ സീറ്റുകൾ ലഭിക്കുകയും BJPക്ക് നില മെച്ചപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് CPM-BJP രഹസ്യ ഡീലിൻ്റെ ഭാഗമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഒന്നുകിൽ ഇത്തരം രഹസ്യധാരണകളെ മുൻനിർത്തിയാണ് ചാണക്യ ഈ ഫലം പുറത്തുവിട്ടത്, അല്ലെങ്കിൽ കേവലം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ BJP നേതൃത്വത്തെ പ്രീതിപ്പെടുത്താനായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു തിരക്കഥയായിരിക്കണം ഇത്. കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള കേരളത്തിലെ ജനതയെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ വിൽപ്പന ചരക്കാക്കി മാറ്റാനാണ് ഇത്തരം ഏജൻസികളൊക്കെ തന്നെ ശ്രമിക്കുന്നത് എന്നത് ഗൗരവകരമായി തന്നെ ഇവിടെ കാണേണ്ടതായിട്ടുണ്ട്. എല്ലാ ഏജൻസികളും തങ്ങളുടെ സർവേ ഫലങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ട് ഒരു ദിവസം കഴിഞ്ഞ് മാത്രം ചാണക്യ തങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടു എന്നതും ദുരൂഹത ഇവിടെ വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റ് പ്രമുഖ ഏജൻസികളെല്ലാം തന്നെ വിഡ്ഢികളാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ BJPയുടെ വിജയം ആഘോഷമാക്കാൻ ബോധപൂർവം നടത്തിയ വളരെ വൈകിയുള്ള ഒരു വെളിപ്പെടുത്തലായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം തരംഗമുണ്ടെന്ന് പകൽ പോലെ വ്യക്തമായിരിക്കെ പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നേക്കാം എന്ന സൂചന നൽകുന്നതിന് പിന്നിലെ ആ ഒരു പ്രേരണ എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. BJPക്ക് കേരളത്തിൽ വലിയ സ്വാധീനമുണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് ഉത്തരേന്ത്യൻ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് അത് കേരളത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഒരു പഠനവും നടത്താതെ ഒരു തട്ടിക്കൂട്ട് സർവേ ആണ് എന്നത് വ്യക്തമാണ്. അവസാനമായിട്ട് ഈ എക്സിറ്റ് പോൾ ഫലം അത് ജനാധിപത്യ വ്യവസ്ഥിതിയെയും അതിൻ്റെ സുതാര്യതയെയും തകർക്കുന്നതിനുള്ള ഒരു നീക്കമാണെന്ന് വിലയിരുത്തേണ്ടതായിട്ട് വരും. BJP അനുകൂല നിലപാടുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പോലും ഈ ഒരു സർവേയെ തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു സീറ്റ് വിഭജനം അത് അസാധ്യമാണെന്ന് അവർ പോലും ഇവിടെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിലെ മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ BJPക്കും പ്രവർത്തകർക്കും ആവേശം നൽകാൻ വേണ്ടിയിട്ട് കേരളത്തെ ഒരു കരുവാക്കി ഉപയോഗിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഈ തട്ടിക്കൂട്ട് സർവേ ഫലത്തെ അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് നാളത്തെ ഫലം പുറത്തു വരുമ്പോൾ കൃത്യമായിട്ട് വ്യക്തമായി തെളിഞ്ഞു വരും.